നമ്മെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. ഞാൻ മുഖേന പറഞ്ഞു പോയാൽ സമയം ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഈ വചനം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ, ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിന്റെ ഒരു വാക്യമാണ് 3-4 ദിവസമായി ധ്യാനിച്ചത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഈ ദാനിയേൽ പ്രവചനത്തിലേക്ക് ഞാൻ ഒന്ന് ചിന്തിച്ചു. പഴയ നിയമമാണല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മാവ് തന്ന ഒരു പഴയ നിയമ അലർജി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവ് പഴയതും പുതിയതും കൂട്ടിച്ചേർത്തുവെങ്കിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഈ ദാനിയേൽ പ്രവചനം, ദാനിയേലിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഏകദേശം BC 536 ദാനിയേൽ പുസ്തകം എഴുതി. 73 വർഷത്തെ ചരിത്രം ഈ ദാനിയേൽ പ്രവചനത്തിലുണ്ട്. 73 വർഷത്തെ ചരിത്രം അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. BC 606 നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ ദാനിയേലിനെ കൊണ്ട്, അന്ന് ദാനിയേലിന് 16 വയസ്സാണ്. ദാനിയേൽ 16 വയസ്സാണ്. തന്റെ ശൈശവം കഴിഞ്ഞ് ടീനേജിലേക്ക് അഥവാ കൗമാരത്തിലേക്ക് പ്രവേശിച്ചു വരുന്നൊരു സമയമാണ്. ഈ ദാനിയേൽ പ്രവാസത്തിലേക്ക് പോകുന്നത്. ദുഃഖം വരാതിരിക്കുമോ? വിഷമം വരെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശൈശവം കഴിഞ്ഞ് ടീനേജിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ സമയം ഇതാ തന്റെ 16-ാമത്തെ വയസ്സില് പ്രവാസത്തിലേക്ക് കടന്നുപോയി. എന്നാൽ ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, 16-ാം വയസ്സിൽ ശത്രു തന്നെ പ്രവാസത്തിൽ കൊണ്ടുപോയത് ദീർഘായുസ് കൊടുത്ത് ഒരു ദർശകനായി, ആമേൻ, പ്രൈസ്, ഒരു ജ്ഞാനിയായി, ഒരു സ്വപ്ന വ്യാഖ്യാനിയായി തീർക്കാനല്ല പിശാചവനെ പ്രവാസത്തിലേക്ക് പദ്ധതിയിട്ടത്. പക്ഷെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി അവന്റെ ദൈവത്തിന്റെ വിളിയുടെ ദർശനത്തെ അവിടെ കത്തിച്ചു കളയാമെന്ന് പദ്ധതിയിട്ട സമയത്ത് 4 രാജാക്കന്മാരുടെ ഭരണകാലത്ത് ദാനിയേൽ ശുശ്രൂഷ ചെയ്യുവാനിടയായി. നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണത്തിൽ ദാനിയേൽ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ബെൽഷസ്സർ രാജാവിന്റെ കാലത്ത് ദാനിയേൽ ശുശ്രൂഷ ചെയ്തു. ദാര്യാവേശിന്റെ കാലത്ത് ദാനിയേൽ ശുഭപ്പെട്ടു. കോരശിന്റെ കാലത്ത് ദാനിയേൽ എത്ര നോക്കിയേ, 16-ാം വയസ്സിൽ ശത്രു അവനെ പ്രവാസത്തിൽ കൊണ്ടുപോയി നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ശുശ്രൂഷ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ദർശനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ദാനിയേല് ആമേൻ, പ്രൈസ്, പരാജയപ്പെടുത്താൻ അന്നത്തെ നെബൂഖദ്നേസർ രാജാവും അതിന്റെ കൂടെ കൂട്ടുനിന്നവരും അതിനപ്പുറമായി പൈശാചിക ശക്തിയും കളമൊരുക്കിയപ്പോൾ ദൈവം തന്നെ ദീർഘായുസ്സ് നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വാക്യം ഇങ്ങനെയാണ്, നെബൂഖദ്നേസർ രാജാവ് കൊല്ലപ്പെട്ടു, ദാനിയേൽ ശുഭപ്പെട്ടു. ആ രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു, ദാനിയേൽ ശുഭപ്പെട്ടു. ദാര്യാവേശ് നാട് നീങ്ങി, ദാനിയേൽ ശുഭപ്പെട്ടു. കോരേശ് നാട് നീങ്ങി, ദാനിയേൽ ശുഭപ്പെട്ടു. ഇത് വായിച്ചു വിടാൻ നമുക്ക് എളുപ്പമാ. തലമുറ 4 കഴിഞ്ഞു, രാജാക്കന്മാരുടെ ഭരണം 4 കഴിഞ്ഞു.
നെബൂഖദ്നേസർ എന്താ പറഞ്ഞ? 16-ാം വയസ്സിൽ ഞാൻ നിന്നെ ഇല്ലാതാക്കും. നമ്മയൊക്കെ പലരെയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മെ തകർത്ത് കളയുമെന്ന് ശത്രു വിരൽ ചൂണ്ടിയപ്പോൾ അതിനകത്ത് വെച്ച് നമ്മെ ദൈവം അഭിഷേകം ചെയ്ത് കരം വെച്ച് വെളിയിൽ കൊണ്ടുവന്ന് ഇന്ന് രാത്രിയില് അമ്മയെ പല ശുശ്രൂഷകളും കൃപകളും ദൈവാത്മാവേൽപ്പിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇരുത്തിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവാത്മാവ് നമ്മെ കണ്ടതായ ചില ദർശനമുണ്ട്, വിളിച്ചതായ ചില വിളികളുണ്ട്. ചിലത് തകർന്നു പോയിട്ടുണ്ടാകാം, ചിലത് കൈവിട്ടു പോയിട്ടുണ്ടാകാം, ചിലത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാതെ വണ്ണം നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയതുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രിയില് പ്രൈസ് ദി ലോർഡ്, ദാനിയേലേ, ദൈവാത്മാവാണ് നിന്നെ 16-ാമത്തെ വയസ്സില് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കണ്ടത് നെബൂഖദ്നേസർ അല്ല, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാൻ പലരും നോക്കും. യോസേപ്പ് 17-ാമത്തെ വയസ്സിലാണ് തന്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പന്റെ സ്നേഹം പോയി, അമ്മയുടെ സ്നേഹം പോയി, സഹോദരന്മാരുടെ സ്നേഹം പോയത് 17-ാമത്തെ വയസ്സിലാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ചില കഷ്ടപ്പാടുകളും ചില ഒറ്റപ്പെടലുകളും ചില ഇല്ലായ്മകളും ജീവിതകാലം മുഴുവൻ നമ്മെ പിന്തുടരത്തില്ല. അത് ഒരു പ്രായം വരെ മാത്രം. 17-ാമത്തെ വയസ്സിൽ യോസേപ്പിനെ പിന്തുടർന്ന ചില ദുഷ്ടകരങ്ങൾ ഫറവോന്റെ മുൻപിൽ മന്ത്രിയായി നിൽക്കുമ്പോൾ യോസേപ്പിന്റെ പ്രായം 39 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രിയില് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ജോത്സ്യർ എന്നോട് 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അടുത്ത വർഷം 50 തികയും. എനിക്ക് ഭയങ്കര പേടിയാ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച പലരും ഉണ്ട്. ഇവിടെ അല്ല, നാട്ടിൽ എന്തുണ്ട്. ഇവിടെ ഇപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചിന്തിക്കുക, ഇങ്ങനെ അങ്ങനെയുള്ള വിഷയത്തിനൊന്നും ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല ഇവിടെ ഉള്ളത്. ജോത്സ്യരുടെ കയ്യിലാണോ കാര്യം ഇരിക്കുന്നത്? 17-ാമത്തെ വയസ്സിലെ എനിക്ക് എന്തുകൊണ്ട് അറിയത്തില്ല ഇങ്ങനെ രീതിയിൽ ദൂത് പോകുന്നത്. 17-ാമത്തെ വയസ്സിൽ തകർത്തകളെ യോസേപ്പിനെ കുറിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ദൈവം കണ്ടത് മിസ്രയീമിലെ മന്ത്രിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. നേരത്തെ ഭാഷ പറഞ്ഞില്ലേ, നമ്മൾ ഇത് കഴിഞ്ഞ് ബലം പ്രാപിച്ച ഓരോ രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുക. ആമേൻ. അടുത്ത രാജ്യത്തിലേക്ക് പോകുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക, അടുത്ത ഇതിലേക്ക് പോകുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കുണ്ടറയിൽ നിന്ന് യോസേപ്പിനെ കയറ്റി പിന്നെ കൊണ്ടുവന്നത് എവിടെയാ? അടുത്ത കുണ്ടറയിലേക്കല്ല, ഫറവോന്റെ മുൻപിൽ ചെരുപ്പിടിപ്പിച്ച് ക്ഷൗരം ചെയ്ത് പുതിയ വസ്ത്രം ഇടിപ്പിച്ച് അവനെ ഫറവോന്റെ മുൻപിൽ നിൽക്കുമാറാക്കി. ആര് കുഴിയിലിടാൻ ഓർഡർ കൊടുത്തോ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ദൈവാത്മാവ് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയെങ്കിൽ ഉടബലവ ശമ്പരഘടക ഹത്തൽ കൗട ഈ വരവടബല ഭൗഷാരാധന ഘടകല ബൗധാരാധന ഘടക. രാത്രി ദൈവാത്മാ പറയുന്നത് കുഴിയിൽ ഇടുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ചില ചർച്ചിന് അസ്ഥിവാരം തോണ്ടി ഫൗണ്ടേഷൻ സ്റ്റോണ്, മൂലക്കല്ല്, അടിസ്ഥാനക്കല്ല് ഇനിയും ചർച്ചിലെ പണികൾക്ക് വേണ്ടി ഫൗണ്ടേഷൻ സ്റ്റോണ് പ്രിയാഭിഷക്തനെ പ്രാർത്ഥിച്ച ആ ഫൗണ്ടേഷൻ സ്റ്റോൺ അസ്ഥിവാരത്തിൽ ഉറപ്പിക്കുവാനായിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കല്ലുമേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന് ഒരിക്കൽ ശത്രു പറഞ്ഞു. ഇളക്കി മറിച്ചു കളയുമെന്ന് ശത്രു പറഞ്ഞു. ഓർഡർ കൊണ്ടുവരത്തില്ലെന്ന് ശത്രു പറഞ്ഞു. ഇതിനെ സിസ്റ്റമാറ്റിക്കലായിട്ട് കൊണ്ടുവരത്തില്ലെന്ന് ശത്രു പറഞ്ഞു. പക്ഷെ ഇന്ന് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെയാ സ്വർഗത്തിലെ ദൈവം ഇതിനെ നടത്തുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇതിനെ ഓർഡർ തെറ്റിച്ചു കളയുമെന്ന് ശത്രു പറഞ്ഞ സമയമുണ്ടായിരുന്ന അഭിഷക്തനെ അവരെ മുൻപിൽ നിന്നൊരു ഓർഡറായിട്ട് കൊണ്ടുപോവുകയാണ്. സ്വർഗം അതിനുവേണ്ടി നമ്മെ പ്രാപ്തരാക്കി. സ്വർഗം അതിനുവേണ്ടി നമ്മെ പ്രാപ്തരാക്കി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിശാന്ത് ബ്രദറെ, നിശാന്ത് എന്നൊരു പേര് ഞാൻ ഈ വീട്ടിൽ കാണുന്നുണ്ട്. ദൈവം സകലതും ആമേൻ പ്രൈസ് ദി ലോർഡ് ചന്തമായി ഉചിതമായി ചെയ്യുന്നുവെങ്കിൽ ദൈവം ചില ഓർഡറായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്.
ദൈവം ഓർഡറായി ചിലത് ഭവനത്തിൽ ചെയ്യാൻ പോകുക. ദൈവം ഇവരുടെ ബന്ധത്തിൽ ഓർഡറായി ചിലത് ചെയ്യാൻ പോകുക. കർത്താവ് അത് ചെയ്യും. ആമേൻ. സിസ്റ്റമാറ്റിക്കലായിട്ട് ഓർഡറായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതിന് എന്നെ കൊണ്ട് സാധിക്കുമോ കഴിയില്ലെന്ന് കഴിഞ്ഞ നാളിൽ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ വചന കേൾവിയും വചന ശുശ്രൂഷയും മീറ്റിങ്ങുകളിലൂടെ നമുക്ക് ധൈര്യമുണ്ടായി എന്നെ കൊണ്ട് സാധിക്കും. സഹോദര നിഷാന്ത്, താങ്കളെ കൊണ്ട് സാധിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ആൾക്കാർ എങ്ങനെ അത് ചിന്തിക്കും? ആമേൻ. എന്നെ പ്രാപ്തിയില്ലാത്തവനായിട്ട് എന്നെ മുദ്ര അടിച്ചിട്ടിരിക്കുകയാണ്. നോ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറാൻ പോകുന്നു എന്നല്ല, കഴിഞ്ഞിരിക്കുകയാണ്. മാറാൻ പോകുന്നു എന്നല്ല, കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പുകളിലേക്ക് വരാൻ പോവുക. ഈ ദിവസങ്ങൾ വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി പേഴ്സണലായിട്ട് റൂമിൽ നിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ജ്ഞാനത്തിന്റെ വരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യങ്ങള് ഭംഗിയായി ഓർഡറായിട്ട് ചെയ്യുവാനുള്ള കൃപ കർത്താവ് നൽകുമെന്ന് ഇന്ന് രാത്രി ദൂത് പറയുക. വ്യക്തിപരമായ പ്രാർത്ഥന കുറയ്ക്കരുത്. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ചിലപ്പോൾ മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ 4 രാജാക്കന്മാര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ 16-ാം വയസ്സിൽ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ച ദാനിയേൽ ചുവപ്പെട്ടു വരികയാണ്. ചുവപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം ആമേൻ ദാനിയേലിനെ ഓരോ ദിവസം തോറും ആമേൻ പുറത്തേക്ക്. എന്തുകൊണ്ടാണ്? അതിന് ചില കാരണങ്ങളില്ലേ? ദാനിയേൽ കടന്ന് ദൂത് കേട്ടിട്ട് കട്ടിലിന്റെ അടിയിൽ ചുരുണ്ട് കയറി കിടന്ന് ഉറങ്ങിയിട്ട് വിളിച്ചെഴുന്നേപ്പിച്ചു കൊണ്ടുവന്ന ദൈവം 4 രാജാക്കളുടെ മുൻപില് നിർത്തിയതല്ല. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കിയേ. 4 പേരുടെ മുൻപിൽ 4 രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പാർക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ചെറിയ കാര്യമാണോ? ഞാൻ കുറിവാക്യത്തിലേക്ക് വരാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവിടെയാണ് രേഖ എഴുതിയിരിക്കുക. രേഖ അനുകൂലമായ രേഖയല്ല. ആദ്യം പറഞ്ഞ പോലെ ദൂത് അനുകൂലമായ ദൂതല്ല. ഈ ദാനിയേലിന് കിട്ടിയിരിക്കുന്ന രേഖയും ദൂതും എന്തല്ല? തനിക്ക് അനുകൂലമല്ല, വിരോധമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വിഷമമുണ്ടാക്കുന്ന ദൂതാണ്, വ്യസനമുണ്ടാക്കുന്ന രേഖയാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ചില സ്റ്റെപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ സ്റ്റെപ്പ്. എന്തുകൊണ്ട് ദൈവം അവൻ ഈ രാജാക്കന്മാരുടെ മുൻപിൽ അവനെ ഉയർത്തി കൊണ്ടുവന്നു? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദർശനങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവ് കൊടുത്തു? എന്തുകൊണ്ടൊരു ഭരണാധികാരിയായി മാറി? അവന്റെ പിന്നിൽ ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെ ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവൻ വീട്ടിൽ ചെന്നു. എവിടെ വെച്ചാണ് ഈ രേഖ കേൾക്കുന്നത്? കൊട്ടാരത്തിൽ വെച്ച്. പക്ഷെ ഈ രേഖ വിരോധമാണെന്ന് അറിഞ്ഞ ഉടനെ കൊട്ടാരത്തിൽ നിന്നില്ല, വീട്ടിലേക്ക് പോയി. എന്തിനാ പോയത്? ഞാനിനി ശുശ്രൂഷ ചെയ്യുന്നില്ല, ഞാനിനി ചർച്ചിൽ സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പ്രബോധിപ്പിച്ചു. അത് ചില സഹോദരന്മാർ ചോദിച്ചു, ഇങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മളാരും PhD എടുത്തവരല്ലല്ലോ എല്ലാവരും. സഹോദരന്മാരെ, ഞാൻ എൻ്റെ ചർച്ച സഹോദരന്മാരെ സംഗീത പ്രബോധനത്തിനും വചന ശുശ്രൂഷയ്ക്കും സമയം കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടേച്ച് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയാണോ പ്രബോധിക്കുന്നത് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ്, അത് കേട്ടിട്ട് അടുത്ത ഇനി ഭാഷ എന്നോട് പ്രബോധിപ്പിക്കാൻ പറയരുതെന്ന് പറഞ്ഞ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അതല്ല കേൾക്കേണ്ടത്. അവൻ വീട്ടിൽ ചെന്നത് എന്തിനാ? ഇന്നത്തെ കാലത്തായിരുന്നെങ്കില് കൊട്ടാരത്തുനിന്ന് വീട്ടിൽ പോയി രേഖ എതിരാന്ന് കാണുമ്പോൾ വീട്ടിൽ പോകത്തില്ല. കൊട്ടാരത്തിൽ നിന്ന് നേരെ എവിടെ പോകും? റെയിൽ പാളത്തിലേക്ക് പോകും.
അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ കൊണ്ടയില് കയറിടാനായിട്ട് പോകും. ഇത്രയും കൊട്ടാരത്തിൽ ഇത്രയും സമൃദ്ധിയായിട്ട് നിന്ന ഞാന് ഇനിയിപ്പോ താഴോട്ട് വരികയാണ്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, വീട്ടിൽ എന്തിനാ പോകുന്നത്? പക്ഷെ ദാനിയേൽ പ്രൈസ് ദി ലോർഡ് റെയിൽവേ ട്രാക്കിലേക്കല്ല പോയത്, വീട്ടിൽ ചെന്നു. ദാനിയേലിന് കൊട്ടാരമുണ്ടെങ്കിലും അവന് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഭവനമുണ്ടായിരുന്നു. ആ ഭവനം വലുതോ ചെറുതോ ആണെന്ന് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. തുറന്നു എന്നല്ല പറഞ്ഞ, തുറന്നിരുന്നു. അപ്പൊ തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ല കിളിവാതിൽ തുറന്നത്, ഒരു പ്രശ്നം കേട്ടപ്പോഴല്ല പ്രാർത്ഥിക്കാൻ വീട്ടിലേക്ക് വന്നത്. നമുക്ക് പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. നമുക്കെതിരായി ചില വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നത്. നമുക്കെതിരായി ചില തന്ത്രങ്ങൾ ശത്രു മെനയിൽ നിന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മുട്ടുമടക്കുന്നത്. പക്ഷെ ദാനിയേല് രേഖ എതിരായെന്ന് കേട്ടപ്പോഴല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കിളിവാതികൾ യെരൂശലേമിന് നേരെ തുറന്ന്, അവിടെ നേരെ എന്തെഴുതുന്നു? തുറന്നിരുന്നു. നേരത്തെ അത് ചെയ്യുന്ന കാര്യമാണ്. നമുക്കൊക്കെ സങ്കടം വന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തില്ല. ദാനിയേലിനോ സങ്കടം വന്നപ്പോഴല്ല കിളിവാതിൽ തുറന്നത്, കൊട്ടാരത്തിലെ സന്തോഷം അനുഭവിക്കുമ്പോഴും പ്രാർത്ഥനയാകുന്ന കിളിവാതിൽ തുറക്കും. ഇപ്പോൾ തനിക്ക് എതിരായ ഒരു പ്രശ്നം വന്നപ്പോഴും ആ കിളിവാതിൽ തുറന്നിരിക്കുക. അതാണ് ദൈവമക്കളെ നമ്മെ കുറിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നന്മ വരുമ്പോൾ കിളിവാതിൽ അടയ്ക്കുകയല്ല. ആമേൻ. വിഷമം വരുമ്പോൾ കിളിവാതിൽ തുറക്കുകയല്ല. 24-65 ദിവസവും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന യെരൂശലേമിന് നേരെ ദാനിയേലിന്റെ വീട്ടിന്റെ കിളിവാതിൽ തുറന്ന് എന്ന് പറഞ്ഞാൽ ദാനിയേലിന് ഒരു പ്രാർത്ഥന മുറി ഉണ്ടായിരുന്നു. വീട് ചെറുതാണോ വലുതാണോ എന്ന് അവിടെ എഴുതിയിട്ടില്ല. ഒരു പ്രാർത്ഥനയുടെ ഒരു കോണുണ്ടായിരുന്നു. ചെറിയ വീട്ടിൽ പ്രാർത്ഥന മുറി സെപ്പറേറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അതിന് സൗകര്യമില്ല. അങ്ങനെയുള്ള ചെറിയ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മൂലയിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു പാ, അതവര് ഉറങ്ങാൻ ഉപയോഗിക്കത്തില്ല, അതിഥികൾക്ക് കിടക്കാനിട്ട് കൊടുക്കത്തില്ല. എനിക്ക് മല്ലപ്പള്ളിയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ നിന്ന റൂമിന്റെ മൂലയിൽ നല്ല പായിരിക്കും. 2 ദിവസം അവിടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പ്രാർത്ഥനയ്ക്കൊന്നും ഈ പായ എടുക്കുന്നില്ല. പോരാൻ നേരത്തെ ഞാൻ അവിടുത്തെ അച്ഛനെ ചെന്നാണ്. അപ്പൊ പാസ്റ്ററെ, ഇതെനിക്ക് ചെറിയ വീടാണ്, പ്രാർത്ഥന മുറിയില്ല, ഇത് ഞാന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന പായാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മുറി വേർതിരിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഇല്ല. പക്ഷേ ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥന സമയത്ത് നിവർത്തിയിട്ട് ആമേൻ ഇരുന്ന് മുഴങ്കാൽ മടക്കുവാൻ ഒരു പായി ആ റൂമിന്റെ മൂലയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനും അവരത് ഉപയോഗിക്കത്തില്ലായിരുന്നു. എന്നെയും അത് വളരെ അത്ഭുതപ്പെട്ട് സന്തോഷിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിൽ വന്നത്. സന്തോഷത്തിൽ മാത്രം കിളിവാതിൽ തുറക്കുകയല്ല, സങ്കടത്തിലും കിളിവാതിൽ തുറന്ന്. അതവിടെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പാണ്. 1 വീട്ടിലേക്ക് പോയി, 2 പ്രാർത്ഥന മുറിയിലേക്ക് കയറി, 3 ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. കിളിവാതിൽ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. എങ്കിലും പ്രൈസ് ദി ലോർഡ്, കിളിവാതിലൂടെ അഥവാ നമുക്ക് നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാം, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. എന്റെ വലിയപ്പച്ചൻ നാട്ടിൽ തിരുവനന്തപുരത്ത് ചർച്ചിലെ ഒരു ഡീക്കനായിരുന്നു. പത്രോസ് ഡീക്കൻ എന്നാണ് വിളിക്കുന്നത്. അന്ന് ഞാൻ ഇന്നോർക്കും ഞാൻ ചെറുതാണ്, അത് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആ ഏരിയയിൽ ആർക്ക് അസുഖം വന്നാലും ആദ്യം എടുത്തോണ്ട് ഓടി വരുന്നത് എന്റെ അപ്പച്ചന്റെ വലിയപ്പച്ചന്റെ അടുത്തേക്കാണ്, പത്തൂർ ഡീക്കസിന്റെ അടുത്താണ്. ഡീക്കർ ഒന്ന് പ്രാർത്ഥിക്കണം. ആശുപത്രിയിലേക്കല്ല ഓടുന്നത്. എന്നെ അതിന്റെ കാൽഭാഗത്ത് പോലും പലപ്പോഴും എനിക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.
കൈവച്ച് പ്രാർത്ഥിക്കും. അന്ന് ആശുപത്രിയില് എടുത്തോണ്ട് ഓടുകളിൽ ആദ്യം എന്റെ വലിയപ്പച്ചന്റെ ചെറിയ ചാണകം വഴിയുകയാ ഒരു പറയാ, കട്ടിലൊന്നും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പൈസ കയറുകൊണ്ട് വരിഞ്ഞ ഒരു കട്ടിലുണ്ട്. അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ടാകുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. കയറുകൊണ്ട് വരിഞ്ഞ ഒരു കട്ടില്, അതിന്റെ നടുക്ക് കുഴിയായിരിക്കും. കാരണം കിടന്ന് അത് കുഴി വേറെ ഇല്ല, കുഴി മാറ്റാനുള്ള സാഹചര്യം ഇല്ല. അവിടെ മുഴങ്കാൽ മുടക്കും. കാരണം 4 മണിക്കോ 5 മണിക്കോ ഒക്കെ അലാറവും കാര്യങ്ങളൊന്നും അന്നില്ല. പക്ഷെ കൃത്യം 4 മണിക്ക് എഴുന്നേക്ക്, വാച്ചില്ല. അപ്പോൾ പാടുന്ന ഒരു പാട്ട് എന്റെ ചെവിയിൽ നിൽപ്പുണ്ട്. കിടക്കയിന്നെഴുന്നേറ്റു കിളിവാതിലൂടെ നോക്കി, കിടക്കയിന്നെഴുന്നേറ്റു കിളിവാതിലൂടെ നോക്കി, പ്രിയനെ കാണാനോ എന്നു തിരിഞ്ഞു നോക്കി, താമര പൊയ്കയിൽ പ്രിയൻ ആടുകളെ മേയ്പ്പാൻ പോയി. അയ്യോ, ഞാൻ അന്നത് കേൾക്കുമ്പോ എനിക്ക് വലിയ ദേഷ്യം വരും. കാരണം ഉറങ്ങിക്കിടക്കുന്ന നമ്മളെയൊക്കെ ഉറക്കാൻ ശല്യം ചെയ്ത് കിളിവാതിലൂടെ നോക്കി, താമര പൊയ്കയിൽ നോക്കി, എന്തിനാ ഉറക്കങ്ങളെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇപ്പോഴാണ് ശുശ്രൂഷ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ മഹത്വം. ആ പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങൾ നിലനിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കിടക്കയിൽ എഴുന്നേറ്റു കിളിവാതിലൂടെ നോക്കി. ആരെയാണ് നോക്കുന്നത്? നമ്മുടെ അരുമകാന്തരായ കർത്താവിനെ. പ്രഭാതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. ദാനിയേൽ കിളിവാതിൽ തുറന്ന്. അടുത്തവിടെ കൊടുത്തിരിക്കുന്നത് ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ മുൻപേ ചെയ്തതുപോലെ, ചില മിനിറ്റുകൾ കൊണ്ട് ആ ഭാഗം നിർത്തുവാനാകെ, മുമ്പേ ചെയ്തതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. ഒന്ന് മുമ്പേ ചെയ്തതുപോലെ. ഇത് ആദ്യത്തേതല്ല, വിഷമം വന്നപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല. അല്ലെ, നമുക്കൊക്കെ വിഷമം വരുമ്പോഴാണ് അയ്യോ പാസ്റ്റർ പ്രാർത്ഥിക്കണം, വേഗം പറയണം, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വിറച്ച് ചത്തുപോകും. അല്ല, വിഷമം വരുന്നതിന് മുമ്പും ദാനിയേൽ നേരത്തെ ചെയ്തതുപോലെ കൊട്ടാരത്തിലെ സുഖവാസം, കൊട്ടാരത്തിലെ നന്മ, കൊട്ടാരത്തിലെ അനുഗ്രഹം, ഓരോ രാജാക്കന്മാരും നാട് നീങ്ങുമ്പോഴും അടുത്ത രാജാവ് വരുമ്പോൾ ദാനിയേലിന്റെ ദൈവം അഭിഷക്തനായി ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ദാനിയേൽ നേരത്തെ ചെയ്യുന്നത് എന്താണ്? കിളിവാതികളെ തുറന്ന് കുറഞ്ഞത് 3 പ്രാവശ്യം മുട്ടുമടക്കും. എതിരായ ഒരു രേഖ കണ്ടപ്പോൾ അല്ല 3 പ്രാവശ്യം മുട്ടുമടക്കിയത്. ഇനി അനുകൂലമായാലും പ്രതികൂലമായാലും ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന മുടക്കുന്ന പരിപാടിയില്ല, കിളിവാതിലടയ്ക്കുന്ന പരിപാടിയില്ല. അവന് നേരത്തെ ചെയ്തതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കണമേ, ഈ ദാനിയേലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ കാലത്ത് പേർഷ്യൻ രാജ്യത്തിലൊരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ഇന്നത്തെ പേർഷ്യയാണ്. പേർഷ്യയിലൊക്കെ രാജഭരണമായതുകൊണ്ട് അവിടുത്തെ സർക്കാർ രാജാക്കന്മാരാണ്. ആ രാജകൊട്ടാരത്തില് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ തിരക്കെത്ര വലുതായിരിക്കും, എത്ര ഫയലുകൾ നീക്കാനുണ്ടാകും, എന്തെല്ലാം തിരക്കുകൾ ഉണ്ടാകും. ഈ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥത്തിന്റെ ഇടയ്ക്ക് എവിടുന്ന് ദാനിയേലിന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി? പ്രൈസ് ദി ലോർഡ്. എവിടുന്ന് കിട്ടി? തന്റെ ഉദ്യോഗത്തിനിടയ്ക്കും കിളിവാതിലുകൾ തുറന്നു 3 പ്രാവശ്യം പ്രാർത്ഥന മുടക്കാതെ ചെയ്തു. ഇത് 3 പ്രാവശ്യം എന്നത് ടൈം ടേബിളാണ്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതല്ലേ ഒരിക്കൽ ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നോട് പറയുന്ന ദൂത്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം പൊരിച്ച് കരയുമ്പോഴല്ല കരഞ്ഞത് കണ്ണുനീര് റൂമിൽ വീണത് അത് പ്രതിഫലമായി മടങ്ങി വരാൻ പോവുകയാണ്. പ്രതിഫലമായി മടക്കിത്തരാൻ പോവുകയാണ്. അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയാം. ഏറെ വർഷം കഴിയുമ്പോൾ അഭിഷക്തനെ അപ്പം മാത്രമല്ല മടങ്ങി വരുന്നത്, പ്രതിഫലമായി മടങ്ങി വരിക. വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ചിലരെ മുൻപിൽ ഒരുക്കി കൈ കൊടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കൈ കൊടുക്കും. ശുശ്രൂഷയ്ക്ക്
വേലയ്ക്ക് കൈത്താങ് നൽകുന്നതിന് ചില പുതിയ കരങ്ങളെ ദൈവം ഒരുക്കി മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വചനത്തിന്റെ ശക്തിയല്ലേ പോയി പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില ദേശങ്ങളുണ്ട്. അവിടെ കടന്നുപോയി പറയുമ്പോൾ ഈ അഭിഷക്തനെയാണ് ദൈവം എനിക്ക് വേണ്ടി നിയോഗിച്ചത് കൈത്താങ്ങിന് വേണ്ടി, അഥവാ കൈകൊടുക്കുവാൻ, അഥവാ എനിക്ക് നന്മ കൊടുത്ത് വേലയ്ക്ക് കൈത്താങ് കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ആ വ്യക്തി എന്റെ മുൻപിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തിയുടെ മുൻപില് ദൈവാത്മാവ് അയച്ച് അവരിലൂടെ വേലയ്ക്ക് നന്മയുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ്, പ്രവചനാത്മാവ് ദൂത് പറഞ്ഞു സംഭവിക്കട്ടെ. പക്ഷെ അതിനിടയ്ക്ക് ദാനിയേലിന് എതിരായി വന്ന ചിലരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം കർത്താവ് താഴെയാക്കി, അതിനെല്ലാം കാൽ കീഴിലാക്കി തന്നിട്ടുണ്ട്. പ്രൈസലോ, ധൈര്യമായി മുൻപോട്ട് പോവുക. അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഞാന് ഓടിച്ച് ഒന്നുകൊണ്ട് കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വിഷയം എന്നതാ? വേഗ എതിരാണ്. പ്രാർത്ഥന നടക്കുന്നത് വീട്ടിൽ. പ്രിയമുള്ളത്, നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ആ കിളിവാതിലിന് നേരെ വീട്ടിൽ പോയിട്ട് കിളിവാത് വലിച്ചൊരൊറ്റ അടയങ്ങടയ്ക്കും, ആണി എടുത്തങ്ങ് അടിച്ചുറപ്പിക്കും. ഇനി മേലാൽ ഈ കിളിവാതിൽ ആരും എന്തെങ്കിലും തുറക്കരുത്. ഇത്രയും നാളും തുറന്നിട്ടിട്ട് എനിക്ക് കിട്ടിയ മറുപടി ഇതാ: കയ്പാണ്, ഞെരുക്കമാണ്, നിന്നയാണ്, ഒറ്റപ്പെടുത്തലാണ്, എന്നെ കളിയാക്കലാണ് എന്ന് പറഞ്ഞ് ഒരു ആണിയും ചുറ്റിക കൊട്ടോടി എടുത്തോണ്ട് വന്ന്, കൊട്ടോടി എന്ന് പറയുമ്പോൾ അവിടുത്തെ ചുറ്റിക, ഇവിടെ ഒരു സ്ഥലപ്പേരാണ് കാസർഗോഡ് കൊട്ടോടി. കാതകളിനെ ആ കിളിവാതിനെ അടിച്ച് ആശാരിയെ കൊണ്ടുവന്ന് അടിച്ച് ഫിറ്റാക്കി പറയും. വീട്ടുകാർ പറയും, ഒറ്റ എണ്ണ ഇതിനെ തുറന്നു പോലെ, ആരെങ്കിലും തുറന്ന് ഞങ്ങൾക്ക് ശരിയാക്കി കളയും. ഇതല്ലേ ദാനിയേൽ അതല്ല ചെയ്തത്. നോ, അവനറിയാം ഞാൻ എവിടെയായിരുന്നു. 16-ാമത്തെ വയസ്സ് തകർക്കുവാൻ നോക്കി, പക്ഷെ ദൈവം എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്. അഭിഷക്തൻ നേരത്തെ പറഞ്ഞ ആ ദൂതല്ല, നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക. ശക്തന്മാരായി നമ്മളൊന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒന്ന് ഇറങ്ങി നോക്കി, ഇറങ്ങി നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഉള്ളം കയ്യിൽ നമ്മെ കൊണ്ടു നടക്കാം, ഉള്ളം കയ്യിൽ നമ്മെ വഹിക്കാം, ഉള്ളം കയ്യിൽ നിർത്തി ശുശ്രൂഷിപ്പിക്കാം. നമുക്ക് വലിയ തിയോളജിക്കുന്നത് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികളെ സൗഖ്യമാകും. വീട് പണി തടസ്സമായി കിടക്കുന്നവര് നിങ്ങളോടൊന്ന് പ്രാർത്ഥന വിഷയം പറയും. സഹോദര, പ്രാർത്ഥിക്കണം, വീട് പണി പകുതി കിടക്കുക, എത്ര ശബ്ദം നടക്കുന്നില്ല, നിങ്ങളെ ഏറ്റെടുത്തോളണം ആ പ്രാർത്ഥന വിഷയം. അത് പ്രാർത്ഥിച്ച് ചില ദിവസം കഴിയുമ്പോൾ അവര് തന്നെ വന്ന് പറയും, മുടങ്ങിക്കിടന്ന വീട് പണി ആരംഭിച്ചു. സംഭവിക്കാൻ പോകാൻ നിങ്ങളിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ. അതാണ് ഈ വചനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നേരത്തെ ചെയ്തതുപോലെ. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഇന്ന് ശത്രു എഴുന്നേറ്റപ്പോൾ തുടങ്ങിയതല്ല. സന്തോഷമായാലും വിഷമമായാലും നമ്മുടെ മനോവ്യസനങ്ങളെ അറിയുന്നതായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ അറിയുന്നവൻ. ദാനിയേല് പ്രാർത്ഥിച്ച് ഇറങ്ങി ചെന്നപ്പോഴും വിഷയം അനുകൂലമായി മാറിയോ? താഴോട്ട് പോകുമ്പോൾ സിംഹക്കുഴിയിലേക്ക് എടുത്തിടുകയാണ്. നേരത്തെ ചെയ്തതുപോലെ നേരത്തെ പ്രാർത്ഥിച്ച മനുഷ്യൻ, ഈ രേഖ എതിരായപ്പോൾ പോയി വീണ്ടും പ്രാർത്ഥിച്ച മനുഷ്യൻ പ്രാർത്ഥന റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നത് സിംഹത്തിന്റെ കുഴി റെഡിയായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ബിരിയാണി റെഡിയായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയല്ല കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സദ്യ റെഡിയായിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാ. അവിടെ കേട്ടത് കുഴി, കിണർ റെഡിയായിരിക്കും. എന്തിനാ?
വെള്ളം കോരി കുടിക്കാനല്ല, ഇതിന് മണ്ണിട്ട് മൂടാൻ. ശത്രു പറഞ്ഞില്ലേ മണ്ണിനകത്തിട്ട് മൂടിക്കളയെന്ന്. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കകത്ത് അടച്ച് മണ്ണിട്ട് മൂടുമെന്ന് ശത്രു പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് മണ്ണിട്ട് മൂടുമെന്ന് പറഞ്ഞതാ. കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 30 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് 27 ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് 30 ശുശ്രൂഷ തികച്ച് തിരിച്ചു വരേണ്ട 4 ദിവസം ബാക്കിയിരിക്കുമ്പോൾ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പകലും രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി 12:30 റൂമിലെത്തി. എനിക്ക് അവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടായി. ആരുമില്ല അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആരുമില്ല. ഞാൻ ചോദിച്ചു, എന്നെ അഡ്മിറ്റ് ആക്കി 3 ദിവസം ഐസിയുലായിരുന്നു. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ ഇവിടെ വന്നത് ശുശ്രൂഷയ്ക്കായിരുന്നല്ലോ. ഞാനിവിടെ വന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സമ്പാദിക്കാനായിരുന്നല്ലോ. അങ്ങനെ മീറ്റിങ്ങിന് വേണ്ടി വരാൻ പറഞ്ഞു, വന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടാകുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞില്ല? സിംഹത്തിന്റെ കുഴിയിൽ ഇടുമെന്ന് ദാനിയേല് ദൈവത്തോട് ചോദിച്ചില്ല. എന്താ ദൈവമേ എന്നോട് നേരത്തെ പറയാത്തത്? നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, എന്റെ കുഞ്ഞ് തോറ്റു പോകുമെന്ന് എന്ത് കർത്താവെ നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയ ആ സബ്ജക്റ്റിന് വിടുവോ? വിടത്തില്ല. എന്റെ വീട് പകുതിയിൽ വെച്ച് മുടങ്ങിപ്പോകുമെന്ന് എന്താ കർത്താവ് നേരത്തെ പറയാത്തത്? എന്റെ ബൈബിൾ കോളേജ് പഠനം പകുതിയിൽ മുടങ്ങുമെന്ന് കർത്താവ് എന്താ പറയാത്തത്? അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൽ ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ, ആഴ്ചയിൽ ഒരു ദിവസമോ സമയം വേർതിരിച്ചോ ദൈവദാസന്മാരിലൂടെ സുവിശേഷ പ്രവർത്തനം ഇറങ്ങാമെന്ന് തീരുമാനമെടുത്തെങ്കിൽ മടങ്ങി വരാൻ ദൈവാത്മാവിന്റെ രാത്രി ദൂത് പറയും. പ്രൈസ് ദി ലോർഡ്. മുടങ്ങിക്കിടക്കുന്നതിനെ മാറ്റിയെടുക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചു. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, ദൈവം അത്ഭുതമായി എന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്, പ്രസംഗിക്കരുത്, ശബ്ദമെടുക്കരുത്, യാത്ര ചെയ്യരുത്, ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങണം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് 8 മണിക്കൂറല്ല, എനിക്ക് 15 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയത് സന്തോഷമാണ്. പക്ഷെ ഇന്ന് രാത്രിയില് അവൻ ആർക്കും കടക്കാരനല്ല. സിംഹത്തിന്റെ പ്രാർത്ഥിച്ച് മാളിക മുറിയുന്ന പ്രാർത്ഥന മുറിയുന്ന പ്രാർത്ഥിച്ച് ഇറങ്ങി വന്ന ദാനിയേല് കാണുന്നത് വലിയ കിണറാണ്, സിംഹത്തിന്റെ കിണറ്. ഈ കുഴിക്കകത്ത് ദാനിയേലിനെ ഇടാതെ ദൈവത്തിന് ദാനിയേലിനെ രക്ഷിക്കാമായിരുന്നു. ഇല്ലേ? രക്ഷിച്ചുകൂടെ? പ്രാർത്ഥിച്ച ദാനിയേലിനെ രക്ഷിച്ചുകൂടെ? രക്ഷിക്കാം. പിന്നെ എന്ത് കണ്ടാ കുഴിക്കകത്തോട്ട് വലിച്ചിട്ടത്? ദൈവം എന്താ ഇത് കാണാതിരിക്കുമായിരുന്നോ? ദൈവം കണ്ണടച്ചിരിക്കുമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിച്ചിട്ടില്ല, എന്താ കർത്താവേ ഈ കുഴിക്കകത്ത് ഇടാതെ ഇരിക്കാമായിരുന്നില്ലേ? ആയിരുന്നു. അതിന് ദൈവത്തിന് 100% കഴിയും. പക്ഷെ ഇന്ന് രാത്രിയില് അതിലൂടെ ഇന്ന് ചവിട്ടി താഴ്ത്താൻ നോക്കിയ ചിലര് ആ കിണറ്റിന്റെ കരയിൽ, കുഴിയുടെ കരയിൽ നിൽപ്പുണ്ട്. അവരത് കാണണം. പ്രൈസ് ദി ലോർഡ്. രാജാവ് ഉൾപ്പെടെ, ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് ദേശവാസികൾ ഉൾപ്പെടെ, പഞ്ചായത്ത് ഉൾപ്പെടെ, വില്ലേജ് ഉൾപ്പെടെ, MLA-മാരുൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ അറിയണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം എന്തെന്നുള്ളത്, അഭിഷേകം എന്തെന്നുള്ളത്, ആമേൻ, വചനത്തിന്റെ ശക്തി എന്തെന്നുള്ളത്, പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നുള്ളത്, ആരാധന ശക്തി എന്തെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടത്തെ നിന്ന ശത്രുക്കൾ മാത്രമല്ല, രാജാവ്, ഭരണാധികാരി വരെ അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ചില കാര്യങ്ങളെ നേരത്തെ അറിയിക്കാതെ മറച്ചത്. ഞാൻ എന്റെ വാക്കുകളെ നിർത്തി. പ്രിയമുള്ളവരെ,